കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതിയെ കണ്ടെത്തി. വനത്തിനുള്ളിൽ നടത്തിയ തെരച്ചിലിലാണ് നാദാപുരം സ്വദേശിനിയും കൊച്ചിയിൽ IT ജീവനക്കാരിയുമായ GS ശരണ്യയെ കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വഴി തെറ്റിപ്പോയതാണ് എന്നാണ് ഇപ്പോൾ ശരണ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അതിജീവനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു പ്രതീകമായി തന്നെ നമ്മുടെ ശരണ്യയുടെ യാത്രയെ കാണേണ്ടി വരും. കാരണം ഒരു 10 അംഗ സംഘത്തിനൊപ്പമാണ് അവർ കുടകിലെ ഏറ്റവും വലിയ മലനിരയായ തടിയന്റെ പോയത്. കർണാടകത്തിലെ 3ാമത്തെ വലിയ മലനിരയാണ് ഇത്. പക്ഷേ വഴിതെറ്റിയെന്ന് മനസ്സിലായ ശേഷം അവരൊരു അരുവിയുടെ സമീപത്തുള്ള പാറക്കെട്ടിനടുത്താണ് അവർക്ക് തങ്ങാൻ കഴിഞ്ഞത്. മൊബൈൽ ഫോണിലെ സിഗ്നൽ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. ആദ്യം തന്നെ അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ വിളിച്ച് താൻ വഴിതെറ്റി എന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ഒരു സുഹൃത്തിനെ വിളിച്ച് ഈ പൊസിഷൻ അടക്കം അറിയിക്കാൻ ശ്രമിക്കുകയും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഹെൽപ്പ് ലൈനിലേക്ക് തന്റെ സന്ദേശം എത്തിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും അപ്പോഴേക്കും 1% താഴെയായി മൊബൈൽ ഫോൺ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവർ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇതുപോലെ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ ഈ ട്രക്കിങ്ങിന് പോകുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അരുവിയോട് ചേർന്നുള്ള പാറക്കെട്ടിൽ അവർ നിലയുറപ്പിക്കുകയായിരുന്നു. വെള്ളമൊക്കെ യഥേഷ്ടം ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവരുടെ കയ്യിൽ ഏതാണ്ട് 1/2 ലിറ്ററിന്റെ ഒരു കുപ്പി വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ആത്മനിയന്ത്രണത്തോടുകൂടി അവിടെ ചിലവഴിച്ചു. രാത്രിയും വൈകിട്ടുമൊക്കെയായി അവർ മുകളിലേക്ക് ഉയർന്ന സ്ഥലത്തേക്ക് വന്ന് നിന്ന് ഒച്ച വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വനവകുപ്പിന്റെ ഡ്രോൺ അടക്കമുള്ള പരിശോധനകൾ നടക്കാൻ സാഹചര്യമുണ്ട്. ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അത്തരം ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല എന്നൊരു സംശയത്തിലേക്കാണ് അവർ എത്തിയിരുന്നത്. പക്ഷേ അവർ ആത്മസംയമനം വിടാതെ വീണ്ടും പുറത്തേക്ക് വന്ന് ബഹളം വെക്കുകയും അത്തരം ഒരു ബഹളം രക്ഷാപ്രവർത്തകരുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുകയുമായിരുന്നു. എന്തായാലും ഉടൻ തന്നെ 5-10 മിനിറ്റിനുള്ളിൽ അവർ ഈ വെള്ളം കണ്ട അല്ലെങ്കിൽ അരുവിയുടെ ചേർന്ന് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എന്തായാലും കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് അവർ വ്യക്തമാക്കി. ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിച്ച ശേഷം അവരെ സർക്കാർ ആശുപത്രിയിലേക്ക് പരിശോധനകൾക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ 4 ദിവസത്തോളം ഒരു ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു കേരളം ഒട്ടാകെ ഉള്ളത്. കാരണം ഒരു സ്ത്രീ തനിച്ചാണ് കാട്ടിലേക്ക് പോയത്. 10 അംഗ സംഘത്തിനൊപ്പം പോയെങ്കിലും കാട്ടിൽ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം. വലിയ മഴ പെയ്യുന്ന ഒരു വനമേഖലയാണ്. ഒപ്പം ഈ വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ചും കാട്ടാനകളുടെ വലിയ ശല്യം നേരിടുന്ന ഒരു സ്ഥലമാണ്. കാട്ടാന